ഹായ് ഓൾ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ 2020 ചോദിച്ച LPSA ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടിയായ തേജസ് എവിടെ മുതൽ എവിടെ വരെയാണ്? അപ്പോൾ ഈ ചോദ്യത്തിൽ തന്നെ ഒരു ഫാക്റ്റും ഉണ്ട്. രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടിയാണ് തേജസ്. ഇത് ലക്നൗ മുതൽ ന്യൂഡൽഹി വരെയാണ് കേട്ടോ. തേജസ് എക്സ്പ്രസ് ഉദ്ഘാടനം ചെയ്തത് യോഗി ആദിത്യനാഥ്, അതായത് ഇപ്പോഴത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി. 2019 ഒക്ടോബർ 4 തേജസ് എക്സ്പ്രസ് ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലൂടെ കടന്നു പോകുന്ന സ്വകാര്യ ട്രെയിനായ തേജസ് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ ഏതൊക്കെയാണ്? മംഗളൂരു, അതായത് മംഗലാപുരവും കോയമ്പത്തൂരിനെയും തമ്മിലാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന സ്വകാര്യ ട്രെയിനായിട്ടുള്ള തേജസ് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്നത്. ഇന്ത്യയിലെ രണ്ടാമത്തെ കോർപ്പറേറ്റ് ട്രെയിനായിട്ടുള്ള തേജസ് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ അഹമ്മദാബാദ്, മുംബൈയാണ്. അത് ഓർത്തുവെക്കുക. അടുത്ത ചോദ്യം, താഴെ കൊടുത്തവരിൽ 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കാത്തത് ആർക്കാണ്? ജെയിംസ് പീബിൾസിനാണ്. അഭിജിത്ത് ബാനർജി, എസ്റ്റർ ദുഫ്ലോ, മൈക്കൽ ക്രൈമർ തുടങ്ങിയവർക്കൊക്കെ 2019 സാമ്പത്തിക നൊബേൽ ലഭിച്ചതാണ്. 2023 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ലഭിച്ചത് ക്ലൗഡിയ ഗോൾഡിനാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് പരിപൂർണ നിരോധനം നിലവിൽ വന്നത്? 2020 ജനുവരി 1 കേരളത്തിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് പരിപൂർണ നിരോധനം നിലവിൽ വന്നത്. ഒറ്റത്തവണ ഉപയോഗ്യ പ്ലാസ്റ്റിക് ഉപയോഗിച്ചാൽ പിഴ ഈടാക്കും. ആദ്യ നിയമലംഘനത്തിന് 10,000 രൂപയും ആവർത്തിച്ചാൽ 25,000 രൂപയും മൂന്നാം തവണയും നിയമം ലംഘിച്ചാൽ 50,000 രൂപയുമാണ് പിഴ. കളക്ടർമാർ, സബ് കളക്ടർമാർ, തദ്ദേശ ആരോഗ്യ വകുപ്പുകളിലെയും മലിനീകരണ നിയന്ത്രണ ബോർഡിലെയും ഉദ്യോഗസ്ഥർ എന്നിവർക്കാണ് നിരോധനം നടപ്പാക്കാനുള്ള ചുമതല. അടുത്ത ചോദ്യം, ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ പ്രധാന മെറ്റീരിയൽസ് അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കളാണ് ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പ് കല്ല്, ഡോളമൈറ്റ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് അനുമതി ലഭിച്ച ഇരുമ്പുരുക്ക് ശാലകൾക്ക് ഉദാഹരണമാണ് ഭിലായി, റൂർക്കേല. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ. ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ. ഭിലായ് ഉരുക്ക് നിർമ്മാണശാല സ്ഥാപിതമായ വർഷം 1959. ഭിലായ് ഉരുക്കു നിർമ്മാണശാല സ്ഥാപിതമായത് 1959. ഭിലായ് ഉരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന നദീതീരം ഷിയോനാഥ്. അപ്പോൾ ഷിയോനാഥിൻ്റെ പുതിയ പേര് ശിവനാഥ് എന്നാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഷിയോനാഥാണ്. അടുത്തത് റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ആണ്. എപ്പോഴും PSC ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. റൂർക്കേല ജർമ്മൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഉരുക്ക് നിർമ്മാണശാലയാണ് റൂർക്കേല. ബ്രാഹ്മണി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? റൂർക്കേലയാണ്. അതും സ്ഥാപിതമായ വർഷം 1959. റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്ക് ശാലകളാണ് ഏതൊക്കെ? ഭിലായി, ബൊക്കാറോ. ഭിലായി സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡ്, ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡ്. ബ്രിട്ടൻ്റെ സഹായത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്ക് ശാല ഏതാണെന്ന് ചോദിച്ചാൽ ദുർഗാപൂരാണ്. അത് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. ബ്രിട്ടൻ്റെ സഹായത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്ക് ശാല ദുർഗാപൂര് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാൾ. ദുർഗാപൂർ ഉരുക്ക് നിർമ്മാണശാല സ്ഥാപിതമായ വർഷം 1962. ദുർഗാപൂര് 1962 സ്ഥാപിതമായത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല പോർട്ടോ-നോവയാണ്. പോർട്ടോ-നോവ 1830 സ്ഥാപിതമായത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? ബൊക്കാറോ. ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. റഷ്യയുടെ പങ്കാളിത്തത്തോടെ 1964 സ്ഥാപിതമായ ഇരുമ്പുരുക്ക് ശാലയാണ് ഇത്? ബൊക്കാറോ. ഇന്ത്യയിലെ ആദ്യ സ്വദേശി സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? ബൊക്കാറോ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല PSC ആവർത്തിക്കുന്ന ചോദ്യമാണ്. അത് വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാലയാണ്. കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്.
ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ പൊതുമേഖലാ സ്റ്റീൽ പ്ലാന്റാണ് ഭിലായ്. ഇന്ത്യയുടെ സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ജംഷഡ്പൂരാണ് കേട്ടോ. കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? വിശാഖപട്ടണം, ആന്ധ്രാപ്രദേശ്. അടുത്ത ചോദ്യം, നിലവിൽ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയാണ്? നിലവിലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇന്ത്യയിൽ 8 ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക്, ആൻഡമാൻ നിക്കോബാർ, ഡൽഹി, ദാദ്ര നഗർ ഹാവേലി ദാമൻ ദിയു, പുതുച്ചേരി, ചണ്ഡീഗഡ്, ലക്ഷദ്വീപ് തുടങ്ങിയ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഇന്ത്യയിൽ ഉള്ളത്. ഇനി നോക്കിയേ, ലഡാക്കാണ് ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ അത് ലഡാക്കാണ്. നിശബ്ദ തീരം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ലഡാക്ക്. ലിറ്റിൽ ടിബറ്റ്, ലാമകളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് ലഡാക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ഏതാണ്? ലഡാക്ക്. ലക്ഷദ്വീപിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം. ലക്ഷദ്വീപിൽ ഭരണം നടത്തിയിരുന്ന ഭരണാധികാരികളാണ് അറക്കൽ രാജവംശം. ഇന്ത്യയിൽ പട്ടികവർഗ വിഭാഗം ശതമാനം ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം അത് ലക്ഷദ്വീപാണ്. പട്ടികജാതിക്കാർ കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം അതേതാണ്? ലക്ഷദ്വീപ്. ലക്ഷദ്വീപിലെ ആകെ ദ്വീപുകളുടെ എണ്ണം 36, ജനവാസമുള്ളത് 10. ലക്ഷദ്വീപിൽ കാക്കകളില്ലാത്ത ദ്വീപ് എന്നറിയപ്പെടുന്നത് മിനിക്കോയിയാണ്. ജനസംഖ്യ കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം. ലക്ഷദ്വീപിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് മാലിദ്വീപ്. ഏറ്റവും കൂടിയ ജനസാന്ദ്രത ഉള്ളതും ജനസംഖ്യ കൂടിയതുമായിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ്. ഡൽഹി അറിയപ്പെട്ടിരുന്ന പഴയ പേര് ഇന്ദ്രപ്രസ്ഥം. ഡൽഹി കേന്ദ്രഭരണ പ്രദേശമായ വർഷം 1956. അതുപോലെ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ആണ്. സ്ത്രീ പുരുഷ അനുപാതം കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് പുതുച്ചേരിയാണ്. പിന്നെ ജമ്മു ആൻഡ് കാശ്മീർ, അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. വനവിസ്തൃതി കൂടിയ കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു ആൻഡ് കാശ്മീർ. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ വിഭജന നിയമം നിലവിൽ വന്നത് 2019 ഒക്ടോബർ 31 PSC ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുങ്കുമപ്പൂവ് കൃഷി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ജമ്മു ആൻഡ് കാശ്മീരാണ്. വനവിസ്തൃതി കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് ചണ്ഡീഗഡ് ആണ്. 2 ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായ കേന്ദ്രഭരണ പ്രദേശം ചണ്ഡീഗഡ് തന്നെയാണ്. ബ്യൂട്ടിഫുൾ സിറ്റി എന്നറിയപ്പെടുന്നത് ചണ്ഡീഗഡ് ആണ്. റോക്ക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ചണ്ഡീഗഡിലാണ്. റോക്ക് ഗാർഡൻ്റെ ശില്പി നേക് ചന്ദ് ആണ്. അടുത്തത് ദാദ്ര നഗർ ഹാവേലി ആൻഡ് ദാമൻ ദിയു, സാക്ഷരത കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം. ദാദ്ര നഗർ ഹാവേലി, ദാമൻ ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് പുതിയ കേന്ദ്രഭരണ പ്രദേശം നിലവിൽ വന്നത് 2020 ജനുവരി 26 സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ദാമൻ ആൻഡ് ദിയു ആണ്. ദാദ്ര നഗർ ഹാവേലി, ദാമൻ ആൻഡ് ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ തലസ്ഥാനം ദാമനാണ്. സ്വാതന്ത്ര്യം നേടുന്നത് വരെ ദാമൻ ദിയു പോർച്ചുഗീസിൻ്റെ കോളനി ആയിരുന്നു. കടൽ തീരമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? 4 ദാദ്ര നഗർ ഹാവേലി ആൻഡ് ദാമൻ ദിയു, പുതുച്ചേരി, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2018 ഡിസംബർ 30 പുതിയ പേരുകൾ പ്രഖ്യാപിച്ച ആൻഡമാൻ നിക്കോബാറിലെ ദ്വീപുകൾ: ഒന്ന് സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ്, അതിൻ്റെ പേര് എന്തായിരുന്നു? റോസ് ദ്വീപ് എന്നായിരുന്നു. അതുപോലെ ഷഹീദ് ദ്വീപ്, അതിൻ്റെ പേര് നെയിൽ. സ്വരാജ് ഹാവ്ലോക്ക് ദ്വീപിൻ്റെ പേരാണ് സ്വരാജ് എന്നാക്കി മാറ്റിയത്. അടുത്ത ചോദ്യം, 2020 ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ കായിക താരം സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. കായിക രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്നത് ലോറസ് പുരസ്കാരമാണ്. അത്ലറ്റിക്സിലെ വിജയത്തിൻ്റെ പരമ്പരാഗത പ്രതീകമായി കണക്കാക്കപ്പെടുന്ന ലോറൽ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ലോറസ് എന്ന പേര് ഉൾത്തിരിഞ്ഞത്. ലോറസ് സ്പോർട്സ് അവാർഡ് ഏർപ്പെടുത്തിയ വർഷം 1999 മാസ്റ്റർ ബ്ലാസ്റ്റർ, ബോംബെ ബോംബർ എന്നീ അപരനാമങ്ങളിലൊക്കെ അറിയപ്പെടുന്നതാരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. സച്ചിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ഏകദിനം പാകിസ്ഥാന് എതിരെയായിരുന്നു. ഭാരതരത്നം ലഭിച്ച ഏക സ്പോർട്സ് താരം സച്ചിൻ ടെണ്ടുൽക്കർ ആണ് കേട്ടോ. പ്ലേയിങ് ഇറ്റ് മൈ വേ എന്നത് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ആത്മകഥയാണ്.
സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ അവസാന ടെസ്റ്റ് മത്സരം വെസ്റ്റ് ഇൻഡീസിനെതിരെയായിരുന്നു 2013. സച്ചിൻ കളിച്ച ഏക T20 മത്സരം ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരെയായിരുന്നു. അടുത്ത ചോദ്യം, ആന്ധ്രാപ്രദേശിൻ്റെ നിയമനിർമ്മാണ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് അമരാവതിയാണ്. ആന്ധ്രാപ്രദേശിൻ്റെ നിയമനിർമ്മാണ തലസ്ഥാനം അമരാവതി. ആന്ധ്രാപ്രദേശിൻ്റെ നീതിന്യായ തലസ്ഥാനം കുർണൂരാണ്, കുർണൂർ. ആന്ധ്രാപ്രദേശിൻ്റെ നിയമനിർവഹണ തലസ്ഥാനം വിശാഖപട്ടണമാണ്. ആന്ധ്രാപ്രദേശിൻ്റെ സാംസ്കാരിക തലസ്ഥാനം രാജമുന്ദ്രിയാണ്. ആന്ധ്രാപ്രദേശിൻ്റെ വ്യാപാര തലസ്ഥാനം വിജയവാഡയാണ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനമാണ് ആന്ധ്ര. 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചത്. ആന്ധ്ര സംസ്ഥാനത്തിനായി നിരാഹാരമനുഷ്ഠിച്ച് മരണപ്പെട്ടതാരാണ്? പോറ്റി ശ്രീരാമലു ആണ്. പോറ്റി ശ്രീരാമലുവിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട ജില്ല നെല്ലൂർ ജില്ലയാണ്. ആന്ധ്രാപ്രദേശ് ഗവർണറായ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ആരാണ്? പട്ടം താണുപിള്ള. ആന്ധ്ര സംസ്ഥാനത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി T. പ്രകാശമാണ്. ഇന്ത്യയുടെ നെല്ലറ, ഇന്ത്യയുടെ മുട്ടപ്പാത്രം, കോഹിനൂർ ഓഫ് ഇന്ത്യ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നതും ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിൻ്റെ പുതുവത്സര ആഘോഷമാണ് ഉഗാദി. ഉഗാദി എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിൻ്റെ പുതുവത്സര ആഘോഷമാണ്. ഇന്ത്യയിൽ 100% വൈദ്യുതീകരണം കൈവരിച്ച രണ്ടാമത്തെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിലാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യ മേഖലയിലുള്ള 75% തൊഴിലവസരങ്ങൾ തദ്ദേശീയർക്കായി സംവരണം ചെയ്ത സംസ്ഥാനവും ആന്ധ്രാപ്രദേശാണ്. COVID-19 എന്ന വൈറസ് രോഗം ആരംഭിച്ച വുഹാൻ നഗരം ഏത് ചൈനീസ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ്? വുഹാൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹ്യൂബെ. കൊറോണ വൈറസ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് വുഹാനിലാണ്. കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്തത് 2019 ഡിസംബർ 31. കൊറോണ വൈറസിന് ലോകാരോഗ്യ സംഘടന നൽകിയ ഔദ്യോഗിക നാമമാണ് COVID-19. 2020 മാർച്ചിൽ ലോകാരോഗ്യ സംഘടന മഹാമാരിയായിട്ട് പ്രഖ്യാപിച്ച രോഗമേതാണ്? COVID-19 ആണ്. ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസ് സ്ഥിരീകരിച്ച സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ ആദ്യമായി കൊറോണ വൈറസ് സ്ഥിരീകരിച്ചത് തൃശ്ശൂർ ജില്ലയിലാണ്. കേരളത്തിൽ രണ്ടാമതായിട്ട് കൊറോണ സ്ഥിരീകരിച്ച ജില്ല ആലപ്പുഴയാണ്. കേരളത്തിൽ മൂന്നാമതായിട്ട് കൊറോണ റിപ്പോർട്ട് ചെയ്തത് കാസർഗോഡാണ്. കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ആദ്യമായി മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ചൈനയാണ്. ഇന്ത്യയിൽ അത് കർണാടകയിലാണ് കേട്ടോ. ലോകത്തിൽ ആദ്യമായി കോവിഡ് വാക്സിൻ വികസിപ്പിച്ച രാജ്യം റഷ്യ. റഷ്യ വികസിപ്പിച്ച വാക്സിൻ ഏതാണ്? സ്പുട്നിക് V ആണ്. COVID-19 വാക്സിൻ മനുഷ്യരിൽ പരീക്ഷിച്ച ആദ്യ രാജ്യം USA ആണ്. COVID-19 നേരിടാൻ ഇന്ത്യൻ ആർമി ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ നമസ്തേ. കേരളത്തിലെ കോവിഡ് വാക്സിൻ നിർമ്മാണ പദ്ധതിയുടെ പ്രൊജക്റ്റ് ഡയറക്ടറായിട്ട് നിയമിതയായത് ഡോക്ടർ S. ചിത്രയാണ്. കേരളത്തിലെ ആദ്യ കോവാക്സിൻ നിർമ്മാണ കേന്ദ്രം നിലവിൽ വരുന്നത് തോന്നയ്ക്കൽ, തിരുവനന്തപുരം. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യ ഇസ്രായേൽ സംയുക്ത പദ്ധതി അത് ഏതാണ്? ഓപ്പറേഷൻ ബ്രീത്തിങ് സ്പേസ് ആണ്. ഓപ്പറേഷൻ ബ്രീത്തിങ് സ്പേസ്. COVID-19 വ്യാപനം തടയാൻ മാലിദ്വീപ് ഗവൺമെൻറ്റിന് അവശ്യമരുന്നുകൾ വിതരണം ചെയ്യാൻ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ദൗത്യം ഓപ്പറേഷൻ സഞ്ജീവനി. COVID-19 വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ ഏതാണ്? 1075. കേരള സർക്കാർ ആരംഭിച്ച കൊറോണ ഹെൽപ്പ് ലൈൻ നമ്പർ 1056 ആണ്. COVID-19 രോഗവ്യാപനം തടയാൻ കേരള സർക്കാർ ആരംഭിച്ച പ്രചരണ പരിപാടിയാണ് ബ്രേക്ക് ദി ചെയിൻ. കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ കൊറോണ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച ആപ്ലിക്കേഷനാണ് ആരോഗ്യ സേതു. ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് 5 കോടി ആളുകൾ ഡൗൺലോഡ് ചെയ്ത റെക്കോർഡ് നേടിയ ആപ്പും ആരോഗ്യ സേതു ആണ്. ഇന്ത്യയിൽ ജനതാ കർഫ്യൂ ആചരിച്ചത് 2020 മാർച്ച് 22 ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് സന്ന മരീൻ. നിലവിലെ ഫിൻലാൻഡിൻ്റെ പ്രധാനമന്ത്രിയാണ് സന്ന മരീൻ. പാർട്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. ന്യൂസിലാൻഡിൻ്റെ മൂന്നാമത്തെ വനിതാ പ്രധാനമന്ത്രി ആരാണ്? ജസീന്ത ആർഡേൺ. ന്യൂസിലാൻഡിൻ്റെ നിലവിലെ പ്രധാനമന്ത്രി ക്രിസ് ഹിപ്കിൻസ് ആണ്. മുൻ ഉക്രൈൻ പ്രധാനമന്ത്രി ആരാണ്? ഒലെക്സി ഹോൻചോർക്ക് ആണ്. ഒലെക്സി ഹോൻചോർക്ക്. അടുത്ത ചോദ്യം,
ആരുടെ സ്മരണയ്ക്കായാണ് ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ മ്യൂസിയം ആരംഭിച്ചത്? സുഭാഷ് ചന്ദ്രബോസിൻ്റെ. നേതാജി എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസാണ്. ദേശ് നായക് എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസാണ്. സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് 1939 INAയുടെ ആദ്യ കമാൻഡർ ഇൻ ചീഫായിരുന്നു ക്യാപ്റ്റൻ മോഹൻ സിംഗ് കേട്ടോ. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് കോൺഗ്രസ് പ്രസിഡൻ്റായ സമ്മേളനം 1938 ഹരിപുര സമ്മേളനമായിരുന്നു. INCയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ആദ്യ പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസാണ്. 1939 ത്രിപുരി സമ്മേളനത്തിലൂടെയാണ് INCയുടെ ആദ്യ പ്രസിഡൻ്റായിട്ട് ആര് വന്നിട്ടുള്ളത്? സുഭാഷ് ചന്ദ്രബോസ്. ഓർലാൻഡോ, മസാട്ട, മൗലവി സിയാവുള്ള എന്നീ പേരുകളിൽ അറിയപ്പെട്ടത് സുഭാഷ് ചന്ദ്രബോസാണ്. ജയ് ഹിന്ദ്, ദില്ലി ചലോ എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിയതുമാരാണ്? സുഭാഷ് ചന്ദ്രബോസ്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞതും സുഭാഷ് ചന്ദ്രബോസാണ്. അന്യരുടെ പരിശ്രമം കൊണ്ടുവരുന്ന സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമല്ല എന്ന് അഭിപ്രായപ്പെട്ടത് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരുവായിരുന്നു ചിത്തരഞ്ജൻ ദാസ്. 1943 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെയും ഇന്ത്യൻ നാഷണൽ ആർമിയുടെയും നേതൃത്വം സുഭാഷ് ചന്ദ്രബോസിന് കൈമാറിയത് റാഷ് ബിഹാരി ബോസാണ്. INAയുടെ ഇന്ത്യൻ നാഷണൽ ആർമി വനിതാ വിഭാഗമായ ഝാൻസി റാണി റെജിമെൻറ്റിന് രൂപം കൊടുത്തത് സുഭാഷ് ചന്ദ്രബോസാണ്. സിംഗപ്പൂർ ആസ്ഥാനമാക്കി സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെൻറ്റാണ് ആസാദ് ഹിന്ദ് ഗവൺമെൻറ്. ഇനി നമുക്ക് സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രധാന കൃതികൾ നോക്കാം. ദ ഇന്ത്യൻ സ്ട്രഗിള്, ആൻ ഇന്ത്യൻ പിൽഗ്രിം. നേതാജിക്ക് എഴുതി പൂർത്തിയാക്കാൻ സാധിക്കാത്ത ആത്മകഥാപരമായ കൃതിയാണ് ആൻ ഇന്ത്യൻ പിൽഗ്രിം എന്ന് അറിയപ്പെടുന്നത്. വാട്ട് ഹാപ്പൻ ടു നേതാജി എന്ന ബുക്ക് രചിച്ചത് അനുജ് ദറാണ്. അനുജ് ദർ. അപ്പോൾ ഇന്ന് നമ്മൾ 10 പ്രീവിയസ് ക്വസ്റ്റ്യൻ 2020 LPSA ചോദിച്ചിട്ടുള്ള 10 ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ് ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോ അടുത്ത ക്ലാസ്സിലുണ്ടാകും. അപ്പോൾ നമുക്ക് ഇങ്ങനെ 10 ക്വസ്റ്റ്യൻ വെച്ചിട്ട് അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും കൂടെ പഠിച്ചിട്ട് പോകാം. താങ്ക്